നമുക്കറിയാം PF എന്ന് പറയുന്നത് വളരെ ലേബർ ലോസും നമ്മൾ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. മറ്റൊരു കാര്യമുള്ളത്, റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ടാണ്, EPF എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ടാണ്. ഇതിൽ ഈ മേഖലയിലെല്ലാം തന്നെ ഒത്തിരി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. വൺസ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. 20 എംപ്ലോയീസ് ആവുന്ന സമയത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഓണർഷിപ്പ് സ്റ്റാറ്റസിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഓണർഷിപ്പ് 5A എന്നുള്ള പോർഷനാണ്. 5A എന്നുള്ള ഫോമില് നിങ്ങൾക്കറിയാം 11th കോളത്തിൽ ദ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് എന്നൊരു പോർഷൻ ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരാളാണ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിയായിട്ട് വരുന്നത്. അത് എല്ലാ എംപ്ലോയർമാരും മനസ്സിലാക്കിയിരിക്കേണ്ട Shall I remind you something? HR and Labor Updatesലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഇനി മുതൽ വിശ്രമിക്കാം. EPFO ഹയർ പെൻഷൻ സ്കീം ആനുകൂല്യങ്ങൾ ആർക്കെല്ലാം ലഭിക്കും? എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അഥവാ ELA പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? Great Leap, encouraging employment values.